നരേന്ദ്രമോദി ഭാരതത്തിന് നൽകിയ ഒരു സമ്മാനമാണ് GSTയിൽ വന്ന വലിയ തോതിലുള്ള ഇളവ്. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കേരളീയരാണ്. കാരണം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്, ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. തമിഴ്നാട് എടുത്താലും കർണാടകം എടുത്താലും മഹാരാഷ്ട്ര എടുത്താലും ഈവൻ UP എടുത്താൽ പോലും അവിടെയൊക്കെ ഉൽപ്പാദനം നടക്കുന്ന സ്റ്റേറ്റുകളാണ്. കേരളം അങ്ങനല്ല. കേരളം ഉപഭോഗം മാത്രം നടത്തുന്ന സ്റ്റേറ്റാണ്. അപ്പോൾ ഉപഭോഗം നടത്തുന്ന സ്റ്റേറ്റിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കേണ്ടി വരുന്ന നികുതിക്ക് അല്പം ഇളവ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ പണം നമ്മുടെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ ടാക്സിൻ്റെ ഏറ്റവും വലിയ GSTയിലെ ഉണ്ടായ വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 12% അതുപോലെ തന്നെ 28% നികുതി ഏർപ്പെടുത്തിയിരുന്ന 2 സ്ലാബുകൾ പിൻവലിച്ചു. അതോടുകൂടി ഇപ്പോഴുള്ളത് 5% അതുപോലെ തന്നെ 18%, പിന്നെ 40% എന്ന് പറയുന്നത് ആഡംബര നികുതിയാണ്, സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ നികുതി ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വളരെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം GST ഇളവ് നൽകുമ്പോൾ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് മലയാളികളാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മലയാളികൾ ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്നത്. ഇന്ത്യയിൽ ഏത് ഉൽപ്പന്നം ഇറങ്ങിയാലും ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ വരുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ അവർ നടത്തുന്ന ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പരീക്ഷണമുണ്ട്. ആ ഉൽപ്പന്നം കേരളത്തിലെ ഉപഭോക്താക്കളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വലിയ പ്രത്യേകത, ഏറ്റവും സമ്പന്നരായ ഉപഭോക്താക്കൾ കേരളത്തിലുണ്ട്. ഏറ്റവും അധികം സ്വാധീനം മാർക്കറ്റിൽ ചെലുത്തുന്നത് ഇടത്തട്ടുകാരായ ഉപഭോക്താക്കളാണ്. പാവപ്പെട്ട ഉപഭോക്താക്കളും കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിലെ ഉപഭോക്താക്കൾ ഒരു ഉൽപ്പന്നം സ്വീകരിച്ചാൽ അതിനർത്ഥം ആ ഉൽപ്പന്നത്തിനെ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ ഏറ്റവും നിർഭാഗ്യകരമായൊരു വസ്തുത എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതിൻ്റെ ദയനീയമായ ഫലങ്ങളാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യമായി ഐക്യ കേരളം നിലവിൽ വന്നപ്പോൾ നമ്മൾ നേരിട്ട വലിയൊരു പ്രശ്നം നമ്മുടെ പ്രധാന ആഹാരമായ അരിയുടെ ഉൽപ്പാദന രംഗത്തുണ്ടായ പോരായ്മയാണ്. പക്ഷെ ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഗവൺമെൻറ്റും തയ്യാറായില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി ഇടത്തട്ടുകാരനായ കൃഷിക്കാരനെ, ചെറുകിട കൃഷിക്കാരനെ, മധ്യവർഗത്തിൽപ്പെട്ട കൃഷിക്കാരനെ അവർ പെറ്റി ബൂർഷ്വയായിട്ടാണ് കണ്ടത്. കുത്തക മുതലാളി ബൂർഷ്വാസിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ചെറുകിട കർഷകരെ അവർ കണ്ടത്. നക്സലേറ്റുകൾ അങ്ങനെയാണ് കണ്ടത്. നഗരൂരും കിളിരൂരും ഒക്കെ നടന്ന നക്സലേറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 3-4 ഏക്കർ സ്ഥലമുള്ളൊരു നമ്പൂരി കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് കൊന്നത്. വയനാട്ടിലാണെങ്കിൽ കെണിച്ചിറ മത്തായിയെ കൊന്നു. കെണിച്ചിറ മത്തായിക്ക് ആകെ 2 ഏക്കർ സ്ഥലമേ ഉള്ളൂ. ഇത്തരം വിഡ്ഢികൾ വിപ്ലവം കൊണ്ട് നടത്തിയ എന്തൊക്കെയോ നിർഭാഗ്യകരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ കാർഷിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ കേരളത്തിൻ്റെ ഒരു കാര്യം നമ്മൾ നോക്കാമെങ്കിൽ, കേരളത്തിന് വേണ്ടത്, കേരളത്തിലെ നമ്മുടെ ഉപഭോഗത്തിന് ആവശ്യമായ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് 1.72 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ്. മലയാളിക്ക് ശരാശരി വേണ്ട അരിയെ 46 ലക്ഷം ടണ്ണാണ്. 46 ലക്ഷം ടണ്ണിൻ്റെ സ്ഥാനത്താണ് ഇന്ന് 1.72 ലക്ഷം ഹെക്ടറിൽ കൃഷി ചെയ്യുന്നത്. വളരെ 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 നാമമാത്രമായ ഉൽപ്പാദനമേ അവിടെ നടക്കുന്നുള്ളൂ. നമുക്കാവശ്യമായ നെല്ല് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 15 ലക്ഷം ഹെക്ടർ കൃഷി ചെയ്യണം. ആലോചിച്ച് നോക്കണം. ഒരു കാലഘട്ടത്തിൽ GSTയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളത് പറയാതെ പോകുന്നത് ശരിയല്ല. റാണിയും ചിത്തിരയും മാർത്താണ്ഡവുമൊക്കെ കുട്ടനാട്ടിൽ, അത് കേരളത്തിൻ്റെ നെല്ലറയായിരുന്നു. പാലക്കാട്, ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന കൃഷി ഇന്ന് പരിപൂർണമായിട്ട് തകർന്നുപോയി. കുട്ടനാട്ടിലെ കർഷകർ ഇന്നും ആത്മഹത്യയുടെ വക്കിലാണ്. അവരുടെ കയ്യിൽ നിന്നെടുക്കുന്ന നെല്ലിന് കൃത്യമായി പണം കൊടുക്കുന്നില്ല. പറയുന്നതൊക്കെ വിപ്ലവമാണ്, പക്ഷേ ഫലത്തിൽ വരുമ്പോൾ ഇത് പ്രതിവിപ്ലവമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന് ആവശ്യമായ നെല്ല് പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ, കേരളത്തിലെ ആളുകളുടെ ആഹാരമായ അരി മാർക്കറ്റിൽ കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കാർഷിക രംഗം തകർന്നു പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത ദ്രോഹം പരിഹരിക്കുന്നതിലെ പരാജയപ്പെട്ട കോൺഗ്രസിനും മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ കേരളം
നമുക്കാവശ്യമുള്ള അരി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറി എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ജി എസ് ടിയെക്കുറിച്ച് ഒരു പഠനം നടത്താൻ. ഇവിടെ ഇപ്പം ജി എസ് ടിയെക്കുറിച്ച് ഒരുപാട് ആളുകൾ പ്രതിപക്ഷത്ത് വാതോരാതെ സംസാരിക്കുന്നുണ്ട്. നരേന്ദ്രമോദി കൊണ്ടുവന്ന ഏതോ വലിയ കുഴപ്പം പിടിച്ച ഒരു നികുതി എന്നുള്ള നിലയിലായിരുന്നു ഇതാദ്യമൊക്കെ പറഞ്ഞ് കേട്ടത്. യഥാർത്ഥത്തിൽ ഈ ജി എസ് ടി ആദ്യം കൊണ്ടുവന്നത് വാജ്പേയിയുടെ കാലത്തായിരുന്നു. വാജ്പേയിയുടെ സർക്കാരിൻ്റെ കാലത്താണ് ആദ്യമായി ജി എസ് ടി എന്ന് പറയുന്ന ആശയം വന്നത്. 2011 യു പി എ സർക്കാർ അവരധികാരത്തിൽ വന്നപ്പോൾ അവർ ജി എസ് ടി നടപ്പിലാക്കാൻ ശ്രമിച്ചു. 2014 ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ബില്ല് പിന്നീട് പാർലമെൻറ്റിലെ NDA ഗവൺമെൻറ് അവതരിപ്പിച്ചു. 2015 നിയമം പാസ്സാക്കി. 2017 ജൂലൈ 17 ജി എസ് ടി നിയമം നിലവിൽ വരികയും ചെയ്തു. അന്ന് മുതൽ നമ്മൾ നോക്കാമെങ്കിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ടാക്സ് ആണല്ലോ കൊടുക്കുന്നത്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. ബഹുഭൂരിപക്ഷം ആളുകളും നൽകുന്നത് പരോക്ഷ നികുതിയാണ്. നമ്മൾ വാങ്ങിക്കുന്ന ഏത് ഉൽപ്പന്നത്തിനും നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുത്തേ മതിയാവുള്ളൂ. ആ ടാക്സ് കൊണ്ടാണ് ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ടാക്സിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നതിന് അർത്ഥം വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന് തന്നെയാണ്. രാജ്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനം നടക്കണമെങ്കിൽ, വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ടാക്സ് കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ ജി എസ് ടി മോശമായൊരു സമ്പ്രദായമാണ്, ടാക്സ് മോശമായൊരു സമ്പ്രദായമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ സന്തോഷത്തോടാണ് ടാക്സ് കൊടുക്കുന്നത്. കാരണം അത് തിരികെ അവരിലേക്ക് വരികയാണ് എന്ന് അവർക്ക് നല്ല ബോധമുള്ളതുകൊണ്ട്. ഇവിടെ അത്തരം ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പ്രതിപക്ഷം, അതേത് പാർട്ടിയായാലും, ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് ഏത് ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ് കൊണ്ടുവരുന്ന എല്ലാ നല്ല നിയമങ്ങളെയും എതിർക്കുന്ന ഒരു കലാപരിപാടിയാണ് നമ്മുടെ പ്രതിപക്ഷത്തിനുള്ളത്. ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ ജി എസ് ടിയെയും ഇവരെ ഈ പറഞ്ഞതുപോലെ ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. അപ്പോൾ പരോക്ഷ നികുതി നൽകുന്ന സാധാരണക്കാരൻ്റെ അവന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലേക്ക് അത്തരം പണം വന്നു ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ജി എസ് ടിയിൽ ഇളവ് നൽകിയപ്പോൾ ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാരൻ്റെ ഉൽപ്പന്നങ്ങൾ, അവൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് കിട്ടി എന്നുള്ളതാണ് വാസ്തവം. അത് പൊറോട്ട മുതൽ 1500 cc താഴെ വരുന്ന കാറുകൾക്ക് വരെ ടാക്സ് ഇളവ് കിട്ടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്കൂട്ടർ ഉപയോഗിക്കുന്ന കുടുംബങ്ങളൊക്കെ ചെറിയ കാറുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചെറു കാറുകളുടെ വില കുറയും, പൊറോട്ട തൊട്ട് ചെറു കാറുകളുടെ വില വരെ കുറയും. ജീവൻ രക്ഷാ മരുന്നുകളുടെ കാര്യത്തിൽ വലിയ ഒരു ആശ്വാസമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സിമെൻറ്റിനും കമ്പിക്കും ഉണ്ടായ ടാക്സിലുണ്ടായ ഇളവ് നമ്മുടെ നിർമ്മാണ മേഖലയെ അത് ത്വരിതപ്പെടുത്തും. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസിനും ഒക്കെ ഏർപ്പെടുത്തിയിരുന്ന ടാക്സ് അതില്ലാതായി. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് എല്ലാവർക്കും വളരെ വേഗം ഈ ഇൻഷുറൻസ് സംവിധാനത്തിൻ്റെ പരിരക്ഷ പ്രയോജനപ്പെടുത്താൻ കഴിയും. അങ്ങനെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനുപയോഗിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ മാറ്റമാണ് ഈ സ്ലാബിൽ ഉണ്ടായ ചേഞ്ച് കൊണ്ട് വരുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലെ പണം ടാക്സായി ഗവൺമെൻറ്റിന് കൊടുക്കാതെ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടുമ്പോൾ അത്രയും കൂടുതൽ പണം നമുക്ക് മാർക്കറ്റിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ആവശ്യമുണ്ടെങ്കിൽ അത് അത്രയും കൂടുതൽ പണം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ വർഷം ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ നടത്തിയ ഏറ്റവും വലിയ പ്രഖ്യാപനം 12 ലക്ഷം രൂപ വരെ പ്രത്യക്ഷ നികുതി ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളുകളെ അതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തു. വലിയൊരു വിഭാഗം ആളുകളാണ്, ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ 12 ലക്ഷം വരെ നികുതി കൊടുക്കുന്നവരെ, ഇൻകം ടാക്സ് കൊടുക്കുന്നവരെ അതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അത്രയും പണം നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു. അത്രയും പണം മാർക്കറ്റിലേക്ക് വന്നപ്പോൾ കൂടുതൽ നമ്മുടെ മാർക്കറ്റ് ചലനാത്മകമായി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ 11 വർഷത്തെ ഭരണം കൊണ്ട് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ മോദി ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ജി എസ് ടിയിൽ ഇളവ് പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നില്ല. ഗവൺമെൻറ്റിന് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഈ ടാക്സ് ഇളവ് കൊണ്ട് ഗവൺമെൻറ്റിന് കിട്ടുന്നതെങ്കിലും നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ വിപണി ചലനാത്മകമാകുന്നതോടുകൂടി സാധാരണക്കാരൻ്റെ കയ്യിൽ ചെലവഴിക്കാൻ കഴിയുന്ന പണം അതല്ലെങ്കിൽ അവൻ്റെ ചെലവഴിക്കൽ ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് ഈ ജി എസ് ടി മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓണസമ്മാനമാണ് ഈ ജി എസ് ടി.
അതിന് തീർച്ചയായിട്ടും നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നന്ദി പറയേണ്ടതാണ്. അതേസമയം സ്റ്റേറ്റ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് ഇതുകൊണ്ട് ഗവൺമെൻറ്റിന് ചില നഷ്ടങ്ങളുണ്ടാകും. പ്രധാനമായിട്ട് ലോട്ടറിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 40% ടാക്സ് അത് ഗവൺമെൻറ്റിന് ഉണ്ടാകുന്ന നഷ്ടമായിട്ടാണ് ഗവൺമെൻറ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ GST കൊണ്ടുവന്നപ്പോൾ തന്നെ കോമ്പൻസേഷൻ സെസ് കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയത് GST ഏർപ്പെടുത്തുന്നത് കൊണ്ട് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയാണ് കോമ്പൻസേഷൻ സെസ്. അത് 5 വർഷത്തേക്കാണ് ആരംഭിച്ചത്, തുടക്കം കുറിച്ചത്. പക്ഷേ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. 2026 വരെ കോമ്പൻസേഷൻ സെസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ലഭിക്കും. പക്ഷേ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായൊരു കാര്യം, നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെടണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ധൂർത്തില്ലാതാകണം, അനാവശ്യമായ ചിലവുകളില്ലാതാകണം. എത്ര ടാക്സ് കിട്ടിയാലും അത് ധൂർത്തടിച്ച് കളയുന്ന ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സേവിങ്സ് ഒന്നും ഉണ്ടാകുന്നില്ല. അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. കിട്ടുന്ന വരുമാനത്തിൽ വലിയൊരു ശതമാനം തുകയും ശമ്പളത്തിനും പെൻഷനുമായിട്ട് പോകുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഗവൺമെൻറ് ചെലവ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ ഗവൺമെൻറ്റുകൾ ഒന്നും ആലോചിച്ചിട്ടില്ല. അത് UDF ഗവൺമെൻറ് ആയാലും ശരി, LDF ഗവൺമെൻറ് ആയാലും ശരി, അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കിട്ടുന്ന പണം 5 വർഷത്തേക്ക് ധൂർത്തടിച്ച് കളഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജനകീയ നയങ്ങളൊക്കെ പ്രഖ്യാപിച്ച് ജനോപകാരപ്രദമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തി. അതൊന്നും പലതും റീപ്രൊഡക്റ്റീവ് അല്ല, അതൊന്നും തിരിച്ചു കിട്ടുന്ന പണമല്ല. അങ്ങനെ പണം എഴുതിത്തള്ളിയും അനാവശ്യമായി പണം ആവശ്യമില്ലാത്തവർക്ക് നൽകിയും ഒക്കെ ചിലരെ പ്രീണിപ്പിച്ചും ചിലരെ അവഗണിച്ചും ചിലരെ പീഡിപ്പിച്ചും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാമ്പത്തിക നയമാണ് കേരളത്തിന് അപകടമുണ്ടാക്കിയിരിക്കുന്നത്. GSTയിൽ എത്ര വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ ഗവൺമെൻറ് ധൂർത്ത് അവസാനിപ്പിക്കാത്തിടത്തോളം കാലം ഇതിൻ്റെ സദ്ഫലം നമ്മളിലെത്താനുള്ള സാധ്യത കുറവാണ്. ഇവിടെ വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചെലവ് നിയന്ത്രിക്കുന്ന, അനാവശ്യമായ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്ന, ജീവിതത്തിലെ ലാളിത്യം പുലർത്തുന്നതിൽ കാര്യത്തിൽ മാതൃകാപരമായി പെരുമാറാൻ കഴിയുന്ന ഭരണാധികാരിയാണ് കേരളത്തിന് ആവശ്യം. അത്തരം ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ഒരു ജനതയ്ക്ക് ആവശ്യം. ഒരു ജനതയ്ക്ക് അതിന് ഇച്ഛാശക്തി ഇല്ലെങ്കിൽ ആ ജനം അർഹിക്കുന്ന ഗവൺമെൻറ്റിനെ ആയിരിക്കും ജനങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സഹിക്കുക മാത്രമേ മാർഗമുള്ളൂ. എന്തായാലും ശരി, GSTയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ലാഭം തീർച്ചയായിട്ടും നമ്മുടെ ഉപഭോക്താക്കളിലേക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ കൂടുതൽ പണം എത്തിച്ചേരാൻ ഒരവസരം ഇത് ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.